ഒരു ധ്യാനകഥയിലൂടെ ഇന്നത്തെ സത്സംഗം തുടങ്ങാം. ധ്യാനകഥയുടെ പേര് ശ്രദ്ധ എന്നാണ്. ഈ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന സാധകൻ ആഴത്തിലുള്ള സാധന പരിശീലിക്കുന്ന ഒരു സാധകനാണ്. അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ ഉള്ളിൽ ജനിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം നേരെ ധ്യാനഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഗുരു, ഞാൻ എന്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആ ചോദ്യം കേട്ടപ്പോൾ ധ്യാനഗുരുവിന് മനസ്സിലായി, ഇവൻ ചോദിക്കുന്ന ആ ചോദ്യം, ഈ സാധകൻ ചോദിക്കുന്ന ആ ചോദ്യം ആഴത്തിൽ ഉത്തരങ്ങളെ തേടിയത് കൊണ്ട് ലഭിച്ചതാണ്. ധ്യാനഗുരു സാധകനോട് പറയും, ശ്രദ്ധിക്കാൻ പലതുണ്ട് എന്ന് പറയും. ധ്യാന സാധകന് വീണ്ടും ഒരു കൺഫ്യൂഷൻ പോലെ വന്നിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്, ശ്രദ്ധിക്കാൻ പലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനെ ശ്രദ്ധിക്കും? ധ്യാനഗുരു സ്നേഹത്തോട് അവനോട് പറയുന്നതാണ്, നീ നിന്റെ ശ്രദ്ധയെ ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ സാധകരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ധ്യാനഗുരുക്കന്മാർക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതായത് ധ്യാനഗുരു ഇത്തരത്തിൽ ചവറുകളായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് വിശുദ്ധമായത് സാധകർക്ക് തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ സാധകരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാണ് നമ്മളെ തന്നെ പരിശുദ്ധമാക്കി മുന്നോട്ട് സഞ്ചരിക്കേണ്ടത്. ഈ ധ്യാന കഥയുടെ തത്വം എന്തെന്ന് വെച്ചാൽ, ശ്രദ്ധ നിന്റെ ഉള്ളിലാണ്, അതുകൊണ്ട് നീ നിന്നെ ശ്രദ്ധിക്കണം. ഈ ഒരു തത്വം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം.